പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ. അതിലൊന്ന് മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അവന്റെ അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നു. രണ്ടാമത്തെ ആയത്ത് അവൻ ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ട് യാത്ര ആകുമ്പോൾ അല്ലെങ്കിൽ യാത്ര പറയാൻ അടുക്കുമ്പോൾ അവന്റെ അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നു. ഒന്നാമത്തത് വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമുന ഷൈഅ. അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലായിരുന്നു. ഒന്നിനെക്കുറിച്ചും ഒരു വിവരമോ അറിവോ വകതിരിവോ തിരിച്ചറിവോ നിനക്കില്ലാതിരുന്നു. സ്വന്തം ഉമ്മയുടെ മാറിടം പോലും അറിയില്ലാത്ത അവസ്ഥയിലാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. അങ്ങനെ അവൻ വളർന്ന് വലുതായി LKG-യിലാവുന്നു, UKG-യിലാവുന്നു. അങ്ങനെ അവൻ വലിയ വലിയ പഠനങ്ങളിലേക്ക്, വലിയ വലിയ വിദ്യാഭ്യാസ രംഗത്തേക്ക് അവൻ കടന്നു ചെന്ന് വലിയ പഠിതാവായി മാറുന്നു, നല്ല വിവരമുള്ളവനായി മാറുന്നു. കാലം ഒരുപാട് കഴിഞ്ഞു പോകുന്നു. 60ഉം 70ഉം വയസ്സായി, 80 കഴിഞ്ഞു, 90ലേക്ക് അടുക്കുന്നു. അവൻ ഈ ഭൂമിയിൽ നിന്നും യാത്ര പറയാൻ അടുത്തിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. തീരെ അവശത അനുഭവിക്കുന്ന പ്രായത്തിലേക്ക് അവനെ മടക്കി കൊണ്ടുവരികയാണ്. ലിക്കൈല യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. എല്ലാത്തിനെക്കുറിച്ചും അവൻ അറിയാമായിരുന്നു. നല്ല വിവരവും അറിവും പഠിപ്പും വിദ്യാഭ്യാസവും വകതിരിവും തിരിച്ചറിവും എല്ലാം അവനുണ്ടായിരുന്നു. പക്ഷെ അവന്റെ അവശപ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നും അറിയാത്തവനായി മാറുന്നു. ഓർമ്മകളെല്ലാം നഷ്ടപ്പെടുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭാര്യയാണോ പെൺമക്കളാണോ എന്നുപോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ അവൻ മാറി മറിയുന്നു. അവന്റെ മുഖഭാവം മാറുന്നു. അയാളുടെ കാഴ്ചകൾ നഷ്ടപ്പെടുന്നു. അയാളുടെ ടേസ്റ്റുകൾ നഷ്ടപ്പെടുന്നു. കഴിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഒന്നിനെക്കുറിച്ചും ഒരു ഓർമ്മയുമില്ല, ഒരറിവുമില്ല. താൻ കട്ടിലിലാണോ കിടക്കുന്നത്, ഇനി കസേരയിലാണോ ഇരിക്കുന്നത്, ഒന്നും അറിയില്ല. മലമൂത്ര വിസർജനം പോലും കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടത്തിലും പ്രയാസത്തിലുമായി തീരുന്നു. വളരെ മോശമായ സാഹചര്യത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നു. വലിയ പ്രതിഭയായിരുന്നു, വലിയ അഭിനയം ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു, ഡോക്ടറായിരുന്നു, ഉന്നത നിലവാരത്തിലായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് അവൻ മാറി മറിയുന്നു. ലിക്കൈല യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. ഒന്ന് ഭൂമിയിലേക്ക് അവൻ വരുമ്പോൾ ഒന്നും അറിയാത്തവനായി ജനിച്ചു വീഴുന്നു. ഭൂമിയിൽ നിന്നും അവൻ മരണപ്പെട്ടു പോകുമ്പോൾ ഒന്നും അറിയാത്തവനായി മരണപ്പെട്ടു പോകുന്നു. ഇത് രണ്ടിൻ്റെയും ഇടയിൽ കുറച്ചു കാലം എന്തോ അറിയുന്നവനായും മാറുന്നു. പക്ഷേ താനൊന്നുമല്ല, വളരെ വളരെ നിസാരനാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ 2 ആയത്തിലൂടെ നമുക്കുണ്ടാവേണ്ടത്. സൃഷ്ടാവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.